കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘം എത്തുന്നത്. റോയിയുടെ മരണത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകും വരെ ഭാര്യയും മക്കളും ബംഗളൂരുവിൽ തുടരണമെന്ന് SIT നിർദ്ദേശിച്ചിട്ടുണ്ട്. റോയിയുടെ മകന്റെ മൊഴിയിൽ അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ മതിയായ രേഖകൾ ഹാജരാക്കാനും SIT നിർദ്ദേശിച്ചു. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനകളും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പും അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. കൊച്ചിയിൽ വൈകാതെ തന്നെ സംഘം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ആസ്ഥാനത്ത് കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തടക്കം പരിശോധന നടത്തേണ്ടതുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരിൽ നിന്നടക്കം മൊഴിയെടുപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന തുടങ്ങിയത് കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. പിന്നീടാണ് ബംഗളൂരുവിലേക്ക് ഹെഡ് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഏത് രീതിയിലുള്ള ഇടപാടുകളിലാണ് കൂടുതൽ പരിശോധനകൾ നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തേടും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബംഗളൂരുവിലുള്ള റോയിയുടെ കുടുംബത്തോട് അവിടെ വിടരുത്, കാരണം ഇനിയും വിശദാംശങ്ങൾ അറിയാനുണ്ട് എന്നത് അന്വേഷണ സംഘം അവരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ബംഗളൂരുവിൽ തന്നെ തുടരാനാണ് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെയാണ് റോയിയുടെ മകനിൽ നിന്ന് ഈ ബിസിനസ് ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ചില വിവരങ്ങൾ അന്വേഷണ സംഘവും മറ്റും ആരാഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളും ലഭ്യമാകാനുണ്ട്. കുറേ കൂടി വിശദാംശങ്ങൾ ഹാജരാക്കണം എന്ന ആവശ്യവും അവർക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനകൾ എങ്ങനെയുള്ളതായിരുന്നു, ഏത് രീതിയിലുള്ളതായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ഒപ്പം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ റോയിയുടെ കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ അതൊരു പരാതിയായി ഇതുവരെയും നൽകിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിനോ ആർക്കും തന്നെ പരാതിയായി നൽകിയിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊരു പരാതി ഉണ്ടെങ്കിൽ അത് നൽകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള ഒരന്വേഷണത്തിലേക്കും കടന്നു പോകും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങളിലേക്കെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച്, ഇൻ്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അവസാന ഘട്ടത്തിൽ ആരായിരുന്നു വിളിച്ചിരുന്നത്, ഇവരുടെ ഫോൺ കോളുകൾ എന്തായിരുന്നു, ഒപ്പം തന്നെ നിക്ഷേപകർ ആരായിരുന്നു എന്നതിൽ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പലരും സിനിമാ മേഖലയിലുള്ള പലരും തന്നെയും നിക്ഷേപകരായിട്ടുണ്ടായിരുന്നു. ചിലർ നിക്ഷേപം തിരികെ ചോദിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നത് പലയിടങ്ങളിലും തന്നെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വിശദമായൊരു അന്വേഷണം തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.